പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തുടങ്ങിയ ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാനിലൂടെയുള്ള വ്യോമപാത അടച്ചിരുന്നു. ഇത്തരത്തിൽ ഏപ്രിൽ 24 മുതൽ ജൂൺ 30 വരെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാനിലൂടെയുള്ള വ്യോമപാത അടച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിക്ക് കോടികളുടെ നഷ്ടമെന്ന് റിപ്പോർട്ടുകൾ. വെള്ളിയാഴ്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം ദേശീയ അസംബ്ലിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. 2 മാസത്തെ വ്യോമപാത അടച്ചിടൽ പാകിസ്ഥാന് വരുത്തിവെച്ചിരിക്കുന്നത് 125 കോടി രൂപയുടെ നഷ്ടമാണെന്നാണ് വിവരം. റിപ്പോർട്ടുകൾ പ്രകാരം ദിവസേന 100 മുതൽ 150 ഇന്ത്യൻ വിമാനങ്ങളുടെ സർവീസാണ് തടസ്സപ്പെട്ടത്. ഇത് മൊത്തം വ്യോമഗതാഗതത്തിൽ 20% ഇടിവുണ്ടാക്കി. അത് ഓവർ ഫ്ലൈയിംഗ് ഫീസിൽ നിന്നുള്ള വരുമാനം കുറയ്ക്കുകയും ചെയ്തു. ഇതുമൂലം 2025 ഏപ്രിൽ 24-നും ജൂൺ 20-നും ഇടയിൽ ഇന്ത്യക്കുള്ള വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിക്ക്, അതായത് PAAക്ക് 125 കോടി ഇന്ത്യൻ രൂപ, ഏകദേശം 400 കോടി പാകിസ്ഥാൻ രൂപയാണ് നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം ഏപ്രിൽ 24 മുതൽ ജൂൺ 30 വരെയുള്ള വരുമാന നഷ്ടം ഓവർ ഫ്ലൈയിംഗ് ചാർജുകളുമായി ബന്ധപ്പെട്ടതാണെന്നും ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്ത തുകയേക്കാൾ കുറവാണെന്നും ഫെഡറൽ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ നയതന്ത്രപരമായ പ്രശ്നങ്ങൾക്ക് പിന്നാലെ ഏപ്രിൽ 23-ന് ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടയ്ക്കാനുള്ള തീരുമാനമെടുത്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള വ്യോമപാത അടച്ചിടുന്നത് 1 മാസത്തേക്കു കൂടി, അതായത് 2025 ഓഗസ്റ്റ് 24 വരെ നീട്ടിയതായി പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. ഇതിന് തിരിച്ചടിയെന്നോണം പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ആഭ്യന്തര വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് ഇന്ത്യയും ഓഗസ്റ്റ് 23 വരെ നീട്ടിയതായി കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹോൾ അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 22-ന് 26 പേരെ കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഏപ്രിൽ 30-ന് പാക് വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമപാതയിൽ പ്രവേശനമില്ലെന്നും വ്യക്തമാക്കി. പിന്നീട് ജൂലൈ 24 വരെ എല്ലാ പാകിസ്ഥാൻ വിമാനങ്ങളെയും ഇന്ത്യൻ വ്യോമപാതയിൽ നിന്ന് വിലക്കി. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പ്രവേശനമില്ലെന്ന് പാകിസ്ഥാൻ ആദ്യം വ്യക്തമാക്കിയത് ഏപ്രിൽ 24-നാണ്. പിന്നീട് നിയന്ത്രണം നീട്ടുകയായിരുന്നു. അതിനിടെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാന് വൻ തിരിച്ചടിയായി. ജലം തടഞ്ഞാൽ യുദ്ധമെന്നായിരുന്നു അന്ന് പാകിസ്ഥാന്റെ ഭീഷണി. എന്നാൽ കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ വ്യോമപാത ലഭ്യമല്ലാത്തതിനാൽ ഇന്ത്യൻ വിമാന കമ്പനികളുടെ 800 സർവീസുകൾ കൂടുതൽ സമയമെടുക്കുന്നു എന്നാണ് റിപ്പോർട്ട്. യാത്രാ ദൈർഘ്യം കൂടുന്നതിനൊപ്പം ഇന്ധനച്ചെലവും വർദ്ധിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യ, യൂറോപ്പ്, UK, വടക്കേ അമേരിക്കയുടെ കിഴക്കൻ മേഖല എന്നിവിടങ്ങളിലേക്കുള്ള ഇന്ത്യൻ വിമാനങ്ങൾ പതിവ് റൂട്ടുകളിൽ നിന്ന് മാറി ദൈർഘ്യമേറിയ പാതകളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇതോടെ 15 മിനിറ്റ് മുതൽ മണിക്കൂറുകൾ വരെ യാത്രാസമയം കൂടുന്ന സ്ഥിതിയാണുള്ളത്. ഡൽഹി, അമൃത്സർ, ജയ്പൂർ, ലക്നൌ തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന വിമാനങ്ങളെയാണ് പ്രധാനമായും ഇത് ബാധിച്ചിട്ടുള്ളത്. ഇൻഡിഗോ, എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള കമ്പനികൾ സമയദൈർഘ്യവും ഇന്ധന ചെലവും കാരണം ചില സർവീസുകൾ റദ്ദാക്കിയിട്ടുമുണ്ട്. അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് 5 പാക് യുദ്ധവിമാനങ്ങളും ഒരു വ്യോമ നിരീക്ഷണ വിമാനവും ഇന്ത്യ തകർത്തെന്ന് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ വ്യോമസേനാ മേധാവി. ഇതാദ്യമായാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് പ്രതികരിക്കുന്നത്. S-400 പ്രതിരോധ സംവിധാനം യുദ്ധവിമാനങ്ങളെ തകർക്കുന്നതിന് വലിയ പങ്കുവഹിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചതായും അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.